ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ ആയില്ല നമ്മളിങ്ങനത്തെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് തന്നെ പറയാം, നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ. കാരണം എൻ്റെ ഫോണിലാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ സാധാരണ ജിഷ്ണാൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കാറ്. പക്ഷേ ആൾ ഒപ്പമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫോണിലാട്ടോ വീഡിയോ എടുക്കുന്നത്. എന്തോ വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയിട്ട് അതാണ് കേട്ടോ. ഈ ഒരു ഫോണാണെങ്കിലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഞാൻ എടുക്കണത്. അപ്പോൾ ഞങ്ങളിതാ ബബ്ലൂസിൻ്റെ ഉച്ചരിഞ്ഞത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ്. മുറ്റത്താണെങ്കിൽ ഇതുവരെ ഞാൻ കാണാത്തൊരു സംഭവമാണ് കേട്ടത്. ഇത് പുളി ഇതുവരെ കണ്ടിട്ടില്ല എന്നല്ല, എൻ്റെ വീട്ടിൽ ഞാനിതിങ്ങനെ പുളി ഇങ്ങനെ കാഴ്ച നിൽക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അതൊക്കെ കുറേ നേരം നോക്കി. പിന്നെ ബബ്ലൂസിനെ നേരെ മുറ്റത്തേക്ക് ഇറക്കിയിട്ട് ഇനി ബബ്ലൂസിൻ്റെ പ്ലേ ടൈം ആണ്ട. ഇനി കുറേ ടൈം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളും. മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിർത്തിയിട്ടുള്ള ആ മെറ്റലൊക്കെ മൂപ്പര് വാരൂട്ട്. എന്നിട്ട് അത് വാരിയിട്ട് ഓരോ സ്ഥലത്തേക്ക് എറിയും. അപ്പോൾ അവിടെ 2-3 പൂച്ചക്കുട്ടികൾ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മേത്തേക്കായിട്ട് ആ ഞാൻ ബബ്ലൂസിനോട് കുറേ ആയി പറയണു എറിയണ്ട അതിൻ്റെ നിന്ന് മാന്ത് കിട്ടുന്ന സംഭവം. അത് അടുത്തേക്ക് വന്ന ആൾക്ക് ഭയങ്കര പേടിയാണ്. എന്നാലും കുറുമ്പിന് യാതൊരുവിധ കുറവുമില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. പകുതി നടന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് നല്ല വെയിലാണ്. വെയിൽ തീരെ അറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ പോയ പോലെ തന്നെ ഞങ്ങൾ തിരിച്ച് വന്നു കേട്ടോ. പിന്നെ എനിക്ക് നടത്താൻ മതിയായപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നു. പിന്നെ ബബ്ലൂസിന് പിന്നെ എനർജി കൂടുതലായതുകൊണ്ട് അവൻ പിന്നെ അവിടെ കിടന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വിചാരിച്ചു കളിച്ചോട്ടെ, കാരണം മഴയില്ലാത്തപ്പോഴാണ് ഇങ്ങനെ മുറ്റത്തിറങ്ങിയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് മഴയില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തീരെ മുറ്റത്ത് ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പൂച്ചക്കുട്ടികൾ. അവർ ഭയങ്കര കളിയാണ്. നമ്മൾ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ പേടിച്ച് ഓടും കേട്ടോ. അതാണ് സംഭവം. വന്നിട്ട് അവരും ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് പിന്നെ കുറേ നേരം ബബ്ലൂസ് അവിടെ നിന്നു. അതിൻ്റെ കൂടെ തന്നെ അവൻ്റെ ഉച്ച തിരിഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു കേട്ടോ. ഇവരെ കണ്ടിട്ട് ആളത് കഴിച്ചു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്, കഴിക്കലൊക്കെ കണക്കാണ്. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഫേസിൽ ഇതാ സൺ കിസ്ഡ് പോലെയുള്ള ഒരു സംഭവം കണ്ടത്. അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തു. സംഭവം ഫോൺ ക്ലാരിറ്റി കുറവായതുകൊണ്ട് തന്നെ സണ്ണാണോ കിസ് ചെയ്തത് എന്താണോ കിസ് ചെയ്തത് നമുക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ചായ കുടിക്കാമെന്ന് വെച്ച് വീട്ടിലേക്ക് കയറിയതാട്ടോ. അപ്പോൾ അതാ നൂഡിൽസ് ഇരിക്കുന്നുണ്ട്. അതുണ്ടാക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാനത് ഉണ്ടാക്കിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ അമ്പലത്തിൽ പോയി. അത്തായതുകൊണ്ട് കാലത്ത് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈവനിങ് ആകുമ്പോൾ എന്തായാലും അമ്പലത്തിൽ പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇതാ പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോകാണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഇതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് റോട്ടിലേക്കുള്ള വഴി കുറച്ച് പെശകാണ്ട്. പ്രത്യേകിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ചാലിലൊക്കെ വെള്ളം വന്ന് നിറയും. അപ്പോൾ ബബ്ലൂസിന് നിലത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശിപ്പിടുത്ത് നടന്നു കേട്ടോ. പിന്നെ റോഡ് എത്തണം ഒന്ന് നിലത്തിറക്കാനായിട്ട്. അങ്ങനെ റോഡ് എത്തിയപ്പോൾ പിന്നെ നടത്തം തുടങ്ങിയിട്ട്. പിന്നെ ചെറിയ പോക്കറ്റ് റോഡായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള വണ്ടികളോ ബഹളങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ പതുക്കെ മൂപ്പര് നടന്ന് അങ്ങനെ അമ്പലത്തിലെത്തി. അത്തായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഇതാ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ചുറ്റുവിളക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ നിന്ന് പോയി വരുമ്പോൾ കടയിൽ നിന്ന് ഈ ഒരു മിഠായി മേടിച്ചു കേട്ടോ. ഇത് വന്നിട്ട് 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസമായിട്ട് വാങ്ങണം എന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഉച്ച തൊട്ട് ഭയങ്കര ക്രൈവിങ്സ് ആയിരുന്നു കേട്ടോ, എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഇത് വാങ്ങി. പിന്നെ ഞാൻ വേഗം പിന്നെ അത് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട്. ബബ്ലൂസിന് ഞാൻ അധികം അത് കാണിക്കാൻ നിന്നില്ല കേട്ടോ. കാരണം ആൾക്ക് മിഠായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൂപ്പരത് ഫുള്ളാക്കണ വരെ ഇരുന്ന് കഴിക്കും. പിന്നെ ഞാൻ എന്താ അതിൻ്റെ ഇടയിലാണ്ട് ഈ ഒരു മീൻ നമ്മുടെ ഫ്രെയിമിൽ വിട്ടുള്ളത് കണ്ടത്. ഇതൊരു റെഡ് ഫൈറ്ററുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടം ബ്ലൂ ആണ്. ഞാൻ ബ്ലൂ മേടിക്കണം എന്നൊക്കെ വെച്ച് ഇരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇതിനേക്കാളും കുഞ്ഞു ബൗളാണ് കേട്ടോ ഇഷ്ടം. ഇത് കുറച്ചും കൂടി വലിപ്പമുണ്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും. അപ്പോൾ ഇങ്ങനത്തെ സംഭവം കടയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് അനിയൻ പറയുന്നു. പക്ഷേ ഞാൻ ചെറുത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇടാനുള്ള ആഗ്രഹം കൊണ്ട് ഇട്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.